നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ കാലം പുറമേ വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന മക്കൾക്കായാലും ദൂര സ്ഥലത്തേക്ക് കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇത് ഒട്ടും തന്നെ കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ് പൊടിയാണ്. കൂടെ തന്നെ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സാധാരണ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെയ്യ് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. റിഫൈൻഡ് ഓയിലിനേക്കാളും നെയ്യ് ചേർക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടെ ആദ്യം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല, ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴച്ചെടുക്കണം ആ ഒരു പാകത്തിലാണ് കൂട്ട് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൈ ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് നല്ലപോലെ അമർത്തി അമർത്തി എടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ചൊരു കനം കുറച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെറിയ ഉരുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ ഈസി ആയിട്ടുള്ള ഷേപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയിലേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പൊതുവേ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് മുഴുവൻ നെയ്യിലാണ്. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഇത് കുക്ക് ചെയ്യാൻ ഒരല്പം സമയമെടുക്കും. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ഇതിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നല്ല പോലെ വെന്ത് ഉള്ളോളം ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പെട്ടെന്ന് ആറി വരാനായിട്ട് ഞാനിവിടെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളും. ഇത് ഈ ഒരു രീതിക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇത് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങനെ മിനുസപ്പൊടിയായിട്ടൊന്നും നമുക്കിത് കിട്ടില്ല. ഈ ഒരു രീതിക്കാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഇവിടെ വീണ്ടും പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അണ്ടിപ്പരിപ്പ് ഒരു കൈപ്പിടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അളവ് കൂട്ടിയാലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് ആ ഒരു നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബദാമും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബദാമൊക്കെ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ചേർക്കുമ്പോൾ രുചി നല്ലപോലെ കൂടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിലക്കടലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതും കോരി മാറ്റാം. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം നെയ്യിലേക്ക് തന്നെ വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1/4 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് ഒട്ടും മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മധുരം കാണും. ഈ ഒരു ശർക്കരയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നെയ്യിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശർക്കരയൊക്കെ മെൽട്ടായിട്ട് വരും. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഈ ഒരു പാകം വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇത് അപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടകൾ കെട്ടിയ പോലെയാണ് ഉണ്ടാകുക.
ഇനി ഇത് ഞാനിവിടെ ഒന്ന് പൊടിച്ചും കൂടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് പൊടിച്ചും കൂടി എടുത്ത് വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ നൈസ് പൊടിയാക്കണ്ട, ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉരുട്ടിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണില്ല. നെയ്യുടെ പറ്റ് നല്ല പോലെ തന്നെ കാണും. അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അളവ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് അമർത്തിയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജസ്ഥാനി സ്പെഷ്യൽ ചൂർമ ലഡുവാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ലഡുവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറമേ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ കേടാകുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ദൂര സ്ഥലങ്ങളിലേക്കെല്ലാം കൊടുത്തുവിടാനായാലും ഹോസ്റ്റലിൽ നിന്നൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. കാണാൻ അരിയുണ്ട പോലെയൊക്കെ ഉണ്ടാകുമെങ്കിലും രുചി വേറെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.